സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വിളിക്കാട്ടെ, നിങ്ങൾ വീട്ടുകാരൊന്നും പോയി വിളിക്കടാ തെണ്ടികളെ. എന്റെ കെട്ടിയവനിയാ. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഇവിടെ ഞാൻ കന്യാകുമാരി വന്ന് വാടകയ്ക്ക് താമസിച്ചത് ഒരു 4 വർഷം. 4 വർഷം ആലിയാകുഴിയിൽ. അതെ. അന്നേരമാണ് നമ്മളെ പറ്റിച്ചു പോയത്. എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. പൈസ പറ്റിച്ചോ? ഇല്ല, അതല്ലേ പ്രശ്നം. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഇവള് എന്റെ പിന്നെ അവനുണ്ടായിരുന്നപ്പോ മേടിച്ച പൈസയാ. അവൻ ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടന്നപ്പോ ഇവളും അവനും കൂടെ വന്ന് മേടിച്ച പൈസയാ. ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്? 26,000 രൂപ. 26,000 ഉറപ്പാണല്ലോ? ഓക്കെ. ഇക്കായ്ക്കോ? എനിക്ക് 48,000. 48,000 മുതലും പലിശയും ചേർത്തേ. ഓ, മുതലും പലിശയും ചേർത്ത്. അത് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ചോദിച്ചപ്പം ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ചോദിച്ചപ്പോ എന്റെ മകൻ അവളെ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൾ കൊണ്ട് കേസ് കൊടുത്തു. ഇപ്പൊ എന്താ പറഞ്ഞ? ഞാനും എന്റെ പിള്ളേരും കൂടെ ചെന്ന് ചോദിച്ചപ്പോ എന്റെ മകൻ അവളെ കയറി പിടിച്ചെന്നും പറഞ്ഞ് അവൾ കൊണ്ട് കേസ് കൊടുത്തു. നിനക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഒരക്കിയാ വേണ്ടത്. ഒന്ന് അത് മുറ്റത്ത് നിന്ന് അത് അവര് കോളനിയാണ് താമസിക്കുന്നത്. ഒരു അടുപ്പുകല്ലുപോലെ വീടുവാ. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എന്റെ നെഞ്ച് തളർന്ന് വിളിക്കുന്നത്. ഇവിടെ വീട്ടിൽ അവിടെ അപ്പനുണ്ട്, സുധിയുണ്ട്. സുധി ഇവിടെ മൂത്ത വീട് ചേട്ടനുണ്ട്. അതിലൊക്കെ പിള്ളേർ മുഴുവനുണ്ട്. ഉള്ള കാര്യം. എന്നിട്ട് ഞാനും എന്റെ മക്കളും കൂടെ എന്റെ മകൻ തന്നെ ചെറുത് എന്നെ 21 വയസ്സുള്ളൂ. അവൻ കയറി പിടിച്ചെന്നും പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. സന്തോഷ് ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. പിന്നെ ഇപ്പം പോലീസ് സ്റ്റേഷനെ അവര് കുറിപ്പിച്ച് എല്ലാ പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ കയ്യിൽ ഇരുന്ന പൈസ കൊടുത്തിട്ട് എത്ര രൂപ കൊടുത്തു? എനിക്ക് 8 ലക്ഷം രൂപ തരാനുണ്ട്. 8 ലക്ഷം? 1 ലക്ഷം. ഞാൻ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ മലയാളം അറിയാലേ. ഞാൻ പറയുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇതേപോലുള്ള വൃത്തികെട്ട ചിന്താഗതികൾ ഉള്ളവർ തന്നെയാണ്. ഒരു മാറ്റമില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.